പ്രിയപ്പെട്ടവർ, ഞാനും ഫിലിപ്പ് മമ്പാടുകൂടിയും ചേർന്നുള്ളൊരു പോസ്റ്റ് ചില സഹോദരങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അവരെ കുറ്റപ്പെടുത്താനും ചിലർ നല്ലത് പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണമെന്ന് വിചാരിച്ചു. ഞാനും ഫിലിപ്പും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ 4 പ്രൊഫഷൻ റിലേറ്റഡാണ്. ഒന്ന്, ഞാനിവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം ഫിലിപ്പ് ഇവിടെ പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ഒരുപാട് മോശം പ്രവർത്തികളൊക്കെ ചെയ്ത വ്യക്തികളെയും കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഞങ്ങൾ പരിചയം തുടങ്ങുന്നത്. പിന്നെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പിൻ്റെ ഫാമിലി മുഴുവനും നമ്മളെ ഇവിടെ പലപ്പോഴായിട്ട് കാണിക്കാൻ വരുന്നവരാണ്. അമ്മനെ കാണിക്കാൻ വരും. അങ്ങനെ ഒരു ആത്മബന്ധം. രണ്ടാമത്തെ ഒരു ബന്ധം. മൂന്നാമത്തെ ഒരു ബന്ധം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു ദിവസം ഞാൻ ഇടവണ്ണെന്ന് മഞ്ചേരിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫിലിപ്പ് അവിടെ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുന്നുണ്ട്. അന്നെന്തോ വണ്ടി ശരിയായില്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അന്നാണ് ഞാൻ ഇവിടെ വന്ന് വേറൊരു ടീച്ചർ പറഞ്ഞതിനനുസരിച്ച് ഒരു കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഫിലിപ്പിനോട് ചോദിച്ചു, എനിക്ക് അന്ന് ബുധനും ശനിയും ലീവാണ്, ഹോസ്പിറ്റലിൽ ഇപ്പോഴും അത് ലീവ് തന്നെയാണ്. ആ ദിവസം ഞാനിങ്ങനെ പണ്ടൊക്കെ ഇപ്പോൾ സർക്കം ചെയ്യാൻ പോകാറുണ്ടെങ്കിലും അന്ന് അതൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് പോവാം. ഞാൻ അവിടെ പോയി. മുക്കത്താണ് ഞങ്ങൾ ക്രിസ്ത്യൻ ചേംബർ നടത്തുന്ന കൗൺസിലിംഗ് കോഴ്സിന്. അതിന് മുമ്പേ MSc സൈക്കോളജി വെറുതെ ഒരു തമാശക്ക് ചെയ്തിരുന്നു. അതൊന്നും ബോർഡിൽ ഡെമോ ചെയ്യാനൊന്നുമല്ല, പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതായിരുന്നു. മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു പാരലൽ അറ്റാച്ച്ഡ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അത് ആവശ്യം തോന്നിയുകൊണ്ട് ഒരു അപ്ലൈഡ് സൈക്കോളജിയിൽ നമ്മൾ MSc ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫിലിപ്പിനോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ പോലീസൊക്കെ അല്ലേ ഇങ്ങനെ ലഹരിക്കെതിരെയൊക്കെ ക്യാമ്പയിനിങ്ങൊക്കെ നടത്തുന്നതുകൊണ്ട് നിങ്ങൾ സൈക്കോളജി പഠിക്കൽ ആവശ്യമാണെന്ന് പറഞ്ഞപ്പം അത് നമ്മുടെ പ്രിയ സുഹൃത്തായി അത് ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവുകയും ചെയ്തു എന്നുള്ളത്. അത് നല്ല മനോഹരമായ ദിവസങ്ങളായിരുന്നു. ആഴ്ചയിൽ ഒന്നുകിൽ ബുധൻ അല്ല ശനി അവർ ക്ലാസ് വെക്കുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു ടൈമിംഗ് പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ട് ഒരു ക്ലാസ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ലായിരുന്നു. 36-37 ക്ലാസ്സുകളുണ്ടായിരുന്നു. മനോഹരമായിരുന്നു ആ ക്ലാസ്സുകൾ. അന്നാണ് ഞാൻ സ്വാമിജി, ആത്മദാസ് എമ്മി അവരൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് MBTI, ഏനിയാഗ്രാം, പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്നത് ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞാനും ഫിലിപ്പ് ഒരുമിച്ച് യാത്ര ചെയ്യുകയും പിന്നെ ഫിലിപ്പിൻ്റെ ഫിലിപ്പ് വളരെ നല്ല ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. ഒരു കാരണവശാലും നമ്മളൊരു മനുഷ്യനെയും അവർ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അവരുടെ മറ്റെല്ലാം ഇൻവാലിഡ് ആക്കുന്ന ഒരു സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ആ ഒരു സിറ്റുവേഷണൽ ഫാക്ടറുകളുണ്ടാവും. ആ ഫാക്ടറുകളെ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഹോൾ ആയിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ കൈക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെന്ന് വരാം. ആ ഫോൾട്ടിൻ്റെ പേരിൽ ഞാൻ മൊത്തം ഫോൾട്ടാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായ ദിവസങ്ങളാണ്. ഞങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങളെല്ലാം ഒന്നുകിൽ മെഡിക്കൽ, അല്ലെങ്കിൽ മനഃശാസ്ത്രപരം, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ ലഹരി, അല്ലെങ്കിൽ ഫാമിലി ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഞങ്ങൾ ജീവിതത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഗാഡ്ജറ്റുകൾ. ഞാനൊരു ഗാഡ്ജറ്റ് പ്രേമിയാണ്, ഫിലിപ്പും ഒരു ഗാഡ്ജറ്റ് പ്രേമിയാണ്. അപ്പോൾ ഫിലിപ്പ് എൻ്റെ അടുത്ത് കാണുന്ന പല ഗാഡ്ജറ്റ്സുകളും കാണുമ്പോൾ എന്നോട് പറയും, ഇത് ഞാൻ കൊണ്ടുപോകാട്ടോ എന്ന് പറയും. ഞാനുണ്ടോ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കില്ലല്ലോ. നമ്മളും ഗാഡ്ജറ്റിൻ്റെ പ്രേമിയാണല്ലോ. അങ്ങനെ ഉണ്ടായ ഒരു ബന്ധം, അത് നല്ലൊരു ആത്മബന്ധമായി തുടർന്നു. പിന്നെ ഞങ്ങൾക്ക് എക്സാം അടുത്ത സമയത്ത് ഫിലിപ്പ് ആ എക്സാം ദിവസം അവിടെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് കോഴിക്കോട് ഏതോ ഒരു സ്ഥാപനത്തിൽ വെച്ചായിരുന്നു ഞങ്ങൾ ക്രിസ്ത്യൻ ചേംബറിൻ്റെ കൗൺസിലിംഗ് കോഴ്സിൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാം എഴുതാൻ പോയപ്പം അന്ന് ഫിലിപ്പിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഫിലിപ്പിനോട് പറഞ്ഞു, എന്തായാലും നീ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ എഴുതിയില്ലേ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫിലിപ്പ് ഇടവണ്ണെന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴൊന്നും ബന്ധമല്ല. അമ്മയെ കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ബന്ധമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴൊക്കെ ഫോൺ ചെയ്താലായി. അമ്മയെ കാണിക്കാൻ വരുമ്പം ആ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫിലിപ്പ് ഇവിടെ വരും, കുറച്ച് കുശലങ്ങളൊക്കെ പറയും, പറ്റുമെങ്കിൽ കുറച്ച് 1-2 വീഡിയോ ഒക്കെ അല്ലെങ്കിൽ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ വെറുതെ ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കും. അത്ര ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പിന്നെ കൗൺസിലിംഗ് പഠിച്ചത് അത് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാനോ അതൊന്നും വേണ്ടിയിട്ടൊന്നല്ലായിരുന്നു. അത് സ്വയം താല്പര്യം കൊണ്ട് ചെയ്തതാണ്. അതിപ്പോഴും ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ, ഇപ്പം ഞാൻ മാരേജ് കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ഓൺലൈനായിട്ട് കേട്ടിട്ടാണ് വരുന്നത്. ജോൺ ഗോഡ്മാൻ്റെ
5 ഹോർസ്മാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊരു എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ കോഴ്സ്. ഇപ്പോൾ വീഡിയോ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി അതിനെക്കുറിച്ച് കോഴ്സുകൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് 6 കോഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഫിലിപ്പ് വന്നപ്പോൾ ഞാനും പറഞ്ഞു നിങ്ങൾ ലഹരിക്കെതിരെ കോഴ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇത്തരം ചർച്ചകളെ നമ്മളിടയിൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ ഒരു ചെറിയൊരു കുറ്റം കേൾക്കുമ്പോഴേക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് പരാതിപ്പെട്ട് ഇതാക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ നോക്കാൻ നിയമങ്ങളുണ്ട്. മനുഷ്യർ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വെറുതെ തോന്നിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. പലരൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഫിലിപ്പിൻ്റെ ഭാര്യ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഒരു കുടുംബത്തെ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. അത് ആ വേദനയ്ക്ക് നമ്മുടെ വാക്കൊരു കാരണമായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കുറ്റക്കാരായി മാറും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അത് നിയമത്തിൻ്റെ അനുസരിച്ച് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആരെടുത്താണോ തെറ്റ് പറ്റിയത് എന്താണെന്നുള്ളതിനനുസരിച്ച് അവിടെ നിയമങ്ങൾ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തെറ്റ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുമ്പം മറുവശത്തിൻ്റെ തെറ്റിനെ കൂടി ആൾക്കാർ പറയും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലായിടത്തും തെറ്റുകൾ കുറയുമ്പോൾ അവിടെ ഒരുപാട് കിംവദന്തികളും പരദൂഷണങ്ങളും ഇങ്ങനെ നടന്നിട്ട് അത് വലിയ സ്റ്റോറികളായി മാറി മനുഷ്യൻ്റെ സമയം അപഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫീൽഡിൽ ഫിലിപ്പുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഓരോ പിന്നെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു നാക്രോലെപ്സി പേഷ്യൻ്റാണ്. പലപ്പോഴും ഞാൻ ഫിലിപ്പിനോട് പറയാറുണ്ട്, ഞാനെപ്പോഴും പറയുന്നുണ്ട്, ഫിലിപ്പെ നീ ഗുളിക കഴിക്കാതെ ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയും. നാക്രോലെപ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സൈക്കോളജി അവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് സ്വാമിജീൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ആത്മദാസ്. ആ സമയത്തൊക്കെ ഒരുപാട് ഓക്കെ. ഞാൻ പിന്നീട് കാര്യങ്ങൾ ഇനി അധികം സംസാരിക്കുന്നില്ല, ഇനി മറ്റൊരു വിഷയം കൂടി സംസാരിക്കാനുണ്ട്. ഓക്കെ, പേഷ്യൻറ്റും വന്നിട്ടുണ്ട്, ഞാൻ നിർത്താണ്. ഓക്കെ, ബായ്. ഓക്കെ.